അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാൻ പാപമോചനത്തിൻ്റെയും വിജയത്തിൻ്റെയും പൊൻതൂവൽ സ്പർശവുമായി വിശ്വാസികളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ അവസരത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒട്ടനവധി വിജ്ഞാന വിഭവങ്ങളുമായി വീണ്ടും ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ. കാണുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റമളാൻ നോമ്പിനെ ചൈതന്യമാക്കിയ മനസ്സുകളെ, റയ്യാൻ വാതിലുമാടി വിളിക്കുന്നു നിങ്ങളെ. ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിശുദ്ധ റമളാനിലെ വളരെ പുണ്യങ്ങൾ നിറഞ്ഞ ഏറെ അനുഗ്രഹീതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓരോ സന്ദർഭങ്ങളെയും വിലമതിക്കാനാകാത്ത അതിലെ പുണ്യങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ മനസ്സിനോട് തന്നെയും ഞാൻ ഉപദേശിക്കുകയാണ്. റമളാൻ എന്ന് കേൾക്കുമ്പോൾ സാധാരണ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആദ്യമായി കടന്നു വരുന്നത് നോമ്പ് തന്നെയാണ്. വളരെ ആമോദത്തോടു കൂടി കാത്തിരുന്ന്, വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം റമളാനിനെ നോമ്പിനോട് ചേർത്ത് തന്നെയാണ് വായിച്ചെടുക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ റമളാനിനെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ നോമ്പ് എന്ന ആ ആരാധനയ്ക്കല്ല അതിനേക്കാൾ മുൻഗണന കൊടുത്തത് വിശുദ്ധ ഖുർആന് തന്നെയാണ്. സാധാരണ നിലക്ക് റമളാൻ ഈസ് ഈക്വൽ ടു നോമ്പ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് റമളാൻ ഈസ് ഈക്വൽ ടു ഖുർആൻ എന്നാണ്. അള്ളാഹു സൂറത്തുൽ ബഖറയിലെ ഒരു സൂക്തത്തിൽ ഇപ്രകാരം പറയുന്നു: ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമളാൻ, റമളാൻ മാസം. റമളാൻ മാസം എന്നത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമത്രേ. അപ്പോൾ റമളാൻ മാസം എന്നതിൻ്റെ പ്രത്യേകത, അതിൻ്റെ സവിശേഷതയായി എണ്ണി പറയുന്നത് അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന് തന്നെയാണ്. ശേഷം പിന്നീട് വിശദീകരിക്കുന്നതോ ഖുർആൻ എന്നാൽ ഹുദൻ ലിന്നാസ്, അത് മനുഷ്യർക്കാകമാനം മാർഗദർശനമായി വന്ന ഗ്രന്ഥമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മാർഗദർശനത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും, മാർഗദർശനത്തിൻ്റെ ആവശ്യമായ എല്ലാ വ്യാഖ്യാനങ്ങളും, വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതിനുള്ള എല്ലാ ഉപാധികളും മാനദണ്ഡങ്ങളുമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അതേ വിശുദ്ധ ഖുർആൻ്റെ അവതരണം തന്നെയാണ് റമളാൻ മാസത്തിൻ്റെ സവിശേഷത എന്ന് ഖുർആൻ അടിവരയിട്ട് പറയുന്നു. തുടർന്നാണ് പറയുന്നത് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിന് സാക്ഷിയാകാൻ ഭാഗ്യമുള്ളവരായാൽ നിങ്ങൾ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം. അപ്പോൾ നോമ്പനുഷ്ഠിക്കുക എന്നതുപോലും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ടാണ് എന്ന അർത്ഥത്തിലാണ് ഫ എന്ന ഒരു ഹർഫിലൂടെ, ഒരു അക്ഷരത്തിലൂടെ അത് ചേർത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഖുർആനിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഖുർആനിനെ കുറിച്ചുള്ള പരാമർശങ്ങളില്ലാതെ റമളാൻ ഒരിക്കലും പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെക്കുറിച്ചുള്ള ചില സൂചനകൾ, ചില പരാമർശങ്ങൾ നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം എന്നത് സൃഷ്ടാവായ, ലോകത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനും സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഇസ്ലാം എന്നത് മനുഷ്യ ജീവിതത്തിനുള്ള മാർഗദർശനമാണ്. ആ ഇസ്ലാമിനെ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള ആ പ്രയാണത്തെ, അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ആ പാതയെ വരച്ചു കാണിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ മറ്റെല്ലാ വസ്തുക്കളെയും പോലെ തന്നെ അള്ളാഹു മുഴുവൻ മനുഷ്യർക്കുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അള്ളാഹു തന്നെ അവനെ പരിചയപ്പെടുത്തുന്നുവല്ലോ വിശുദ്ധ ഖുർആനിൽ. കുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. നീ പറയുക, നീ പ്രഖ്യാപിക്കുക, അവൻ അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ആ ഭാഗത്ത് തന്നെ അതിൻ്റെ ഏറ്റവും അവസാനമായി സൂറത്തുന്നാസ്. സൂറത്തുന്നാസിൻ്റെ വളരെ ശ്രദ്ധേയമായ ആദ്യത്തെ സൂക്തങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയേണ്ടതുണ്ട്. അള്ളാഹു അവനെ പരിചയപ്പെടുത്തുകയാണ്. കുൽ അഊദു ബി റബ്ബിന്നാസ്, ലോകരുടെ മുഴുവൻ മനുഷ്യരുടെയും റബ്ബായ, നാഥനായ അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പറയുക. മലിക്കിന്നാസ്, മുഴുവൻ മനുഷ്യരുടെയും മലിക്ക്, മുഴുവൻ മനുഷ്യരുടെയും രാജാധിരാജൻ എന്നർത്ഥം. ഇലാഹിന്നാസ്, മുഴുവൻ മനുഷ്യരുടെയും ആരാധ്യനായവൻ. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ആരാധ്യനും
എല്ലാ മനുഷ്യരുടെയും രാജാധിരാജനും എല്ലാ മനുഷ്യരുടെയും നാഥനുമായ ഉടമസ്ഥനുമായ അള്ളാഹുവിനെക്കുറിച്ചാണ് അവൻ സ്വയം പരിചയപ്പെടുത്തുന്നത്. അത് മുസ്ലിം സമുദായത്തിൻ്റെ കുത്തകയല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, സൂര്യചന്ദ്ര നക്ഷത്രഗോളങ്ങളുടെ സൃഷ്ടാവ്, മഴ വർഷിപ്പിക്കുന്നവൻ, സസ്യലതാദികളെ മുളപ്പിക്കുന്നവൻ, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവൻ അള്ളാഹുവാണ്. അവൻ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളവനാണ് എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. രണ്ടാമതായി അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെക്കുറിച്ച് നോക്കുക. എല്ലാ പ്രവാചകന്മാരും മുഴുവൻ മനുഷ്യർക്കുമായി നിയോഗിതരായതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് പറഞ്ഞല്ലോ, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമായിട്ടല്ലാതെ ഞാൻ നിന്നെ നിയോഗിച്ചിട്ടില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും അനുഗ്രഹമായിട്ടല്ലാതെ നിന്നെ നിയോഗിച്ചിട്ടില്ല. അതെ, എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് പ്രവാചകൻ, മുഴുവൻ പ്രവാചകന്മാരും. വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ്. ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കാകമാനമുള്ള ഹിദായത്താണ് ഖുർആൻ. ഖുർആൻ എന്നത് എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാനുള്ള റഫറൻസ് പുസ്തകമാണ്. അവൻ്റെ ജീവിതത്തിന് വഴി കാണുവാനുള്ള ആധികാരികമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അങ്ങനെയാണ്. പ്രവാചകൻ മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്, അള്ളാഹു മുഴുവൻ മനുഷ്യരുടേതുമാണ്. അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള ആരാധനാലയങ്ങൾ, അതിൻ്റെ പ്രതീകമായിട്ടല്ലേ ആദ്യത്തെ ഭവനമായ കഅബ ദേവാലയത്തെക്കുറിച്ച്, വിശുദ്ധ കഅബയെക്കുറിച്ച്, ഹറമിനെക്കുറിച്ച് പറഞ്ഞത്? ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ആദ്യത്തെ ഭവനം അത് കഅബയാണ്. അതെന്തിനു വേണ്ടിയുള്ളതാണ്? ലിന്നാസി, മനുഷ്യർക്കാകമാനമുള്ളതാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക, അനുഗ്രഹീതമായ മക്കയിൽ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കുവാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് കഅബ ദേവാലയം. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയുള്ള ദേവാലയം എന്നാണ് പറഞ്ഞത്. മസാബത്തൻ ലിന്നാസ് വ അംന, മുഴുവൻ മനുഷ്യർക്കും അഭയകേന്ദ്രവും നിർഭയസ്ഥാനവുമായി നിശ്ചയിക്കപ്പെട്ടതാണ് കഅബ. അപ്പോൾ കഅബ ദേവാലയം മുഴുവൻ മനുഷ്യരുടേതുമാണ്. ഖുർആൻ മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. പ്രവാചകൻ മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. അള്ളാഹു മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. ഇതിൻ്റെ വക്താക്കളായ, ഇതിൻ്റെ പ്രയോക്താക്കളായ, അല്ലെങ്കിൽ ഇതിൻ്റെ വാഹകരായ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഉത്തമ സമുദായമായി? ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയുള്ളവരായതുകൊണ്ട്, മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരായതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തമ സമുദായമാണ്. അപ്പോൾ മനുഷ്യരുടെ കാഴ്ചപ്പാടിലാണ്, മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എല്ലാ കാര്യങ്ങളെയും അവതരിപ്പിക്കുന്നത്. മനുഷ്യ സമൂഹത്തെക്കുറിച്ച് തന്നെ അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ഉദ്ഘോഷം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളെ ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. മാനവതയുടെ ഐക്യത്തെക്കുറിച്ച്, ഏകതയെക്കുറിച്ചാണ് ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. ഒരേ സൃഷ്ടാവിൻ്റെ മക്കൾ, ഒരേ മാതാപിതാക്കളുടെ ആദമിൻ്റെയും ഹവ്വയുടെയും പരമ്പര, ഒരേ പ്രവാചകന്മാരെ അനുഗമിക്കുന്ന സമുദായം, ഒരേ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ അർഹതയുള്ള സമുദായം, എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ ഏകതയെ ഉദ്ഘോഷിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വേദഗ്രന്ഥങ്ങളുടെയും ഈ പ്രവാചക നിയോഗത്തിൻ്റെയും ഒക്കെ അവസാനത്തെ പതിപ്പാണ്, ലാസ്റ്റ് ടെക്സ്റ്റാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിനെ നാം അടുത്ത് മനസ്സിലാക്കേണ്ടതില്ലേ? വിശുദ്ധ ഖുർആനിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവഗണിച്ചുകൊണ്ടുള്ള ഒരു റമളാൻ, ഒരു വ്രതാനുഷ്ഠാനം, അതൊരിക്കലും പൂർണ്ണമാവുകയില്ല. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിനെ നാം നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത്? ഏത് അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആനിനെ നാം സ്വീകരിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ എന്നത് എന്താണ്? ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യനെ വഴി നടത്താനുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ എന്നത് മനുഷ്യരുടെ മാർഗദർശന ഗ്രന്ഥമാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ അവൻ വ്യവഹരിക്കുമ്പോൾ, എവിടെയൊക്കെ ഇടപെടേണ്ടി വരുമ്പോഴും അവന് വഴി കാണിക്കുന്ന, അവന് മാർഗദർശനം കാണിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ഖുർആൻ. അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. സൃഷ്ടാവ് സൃഷ്ടികളോട് സംസാരിക്കുന്നു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം വേറെ ലഭിക്കാനുണ്ടോ? ഈ ലോകത്ത് മനുഷ്യർക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളെയും, അതെത്രമാത്രം ഉദാത്തമായ ഉത്കൃഷ്ടമായ അനുഗ്രഹങ്ങളാകട്ടെ, വായുവും വെള്ളവും വെളിച്ചവും സൂര്യചന്ദ്ര നക്ഷത്രാദികളും പക്ഷിമൃഗാദികളും ഉൾപ്പെടെയുള്ള അനുഗ്രഹങ്ങളൊക്കെയും, അതൊക്കെയും ഉപയോഗപ്പെടുത്തേണ്ട ക്രമമെന്താണ്? എങ്ങനെയാണ് മനുഷ്യർക്കത് അനുവദനീയമായി തീരുക? ഇവിടെ കാണുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ടോ? നിഷിദ്ധമായതുണ്ടോ? എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ? എന്ത് കുടിക്കാം, എന്ത് കുടിച്ചുകൂടാ? എന്തൊക്കെ സംസാരിക്കാം, എന്ത് സംസാരിച്ചുകൂടാ? എങ്ങോട്ട് നോക്കാം, എങ്ങോട്ട് നോക്കിക്കൂടാ? ഇത് പറയുന്നത് ആരാണ്? ഇതിൻ്റെ നിയമങ്ങൾ എവിടെ നിന്ന് കിട്ടും? തീർച്ചയായും വിശുദ്ധ ഖുർആനാണ് ഇതിനുള്ള മാർഗദർശനം.
മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും നിയന്ത്രിക്കുന്ന, അതിനെ ഊടും പാവും നൽകുന്ന കൃത്യമായ വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മനസ്സിലാക്കാതെ, ആ ഖുർആനിനെക്കുറിച്ച് ആധികാരികമായി ഒരു റഫറൻസ് പുസ്തകം പോലെ ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധം നമ്മോട് ചേർത്ത് വെക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ജീവിത വിജയം കരസ്ഥമാക്കാൻ കഴിയുകയില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ലത് കഴിക്കൂ, നല്ലതേ കഴിക്കാവൂ. നിങ്ങൾക്കൊപ്പമുണ്ട് മേജർ. മേജർ പച്ചവെള്ളത്തിൽ തയ്യാറാക്കാവുന്ന ഇടിയപ്പപ്പൊടി. വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പലപ്പോഴും സമൂഹത്തിൽ തെറ്റായ ധാരണ പടർന്നു പിടിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തേണ്ട ഗ്രന്ഥം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തെ ഒരിക്കലും നിഷേധിക്കുന്നില്ല. പക്ഷേ ഖുർആനിൻ്റെ പാരായണത്തെപ്പോലും ഖുർആൻ പറഞ്ഞത് ഖിറാഅത്ത് എന്നല്ല, വായന എന്നല്ല. ഖുർആനിൻ്റെ വായനയെക്കുറിച്ച് പറയുമ്പോൾ തിലാവത്ത് എന്ന പദമാണ്. യത്ലൂനൽ ഖുർആൻ അല്ലെങ്കിൽ യത്ലൂനൽ കിതാബ്, ഖുർആനിനെ തിലാവത്ത് ചെയ്യുക. എന്താണ് തിലാവത്ത്? തലാ യത്ലൂ തിലാവത്ത് എന്ന് പറഞ്ഞാൽ അനുധാവനം ചെയ്യുക, പിൻപറ്റുക എന്നാണ്. ഖുർആനിലെ ആശയങ്ങളെ പിൻപറ്റുക, ഖുർആനിൻ്റെ കൽപ്പനകളെ പിൻപറ്റുക. അങ്ങനെ പിൻപറ്റാനുള്ള മനസ്സോടുകൂടി ഖുർആൻ വായിച്ചെടുക്കുക, ഗ്രഹിച്ചെടുക്കുക എന്നതാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ആ തലങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട്, അതിനെ ലാഘവബുദ്ധിയോടെ സമീപിച്ചുകൊണ്ട് ഖുർആനിനെ വെറും ഒരു ആധ്യാത്മിക പുണ്യത്തിന് വേണ്ടി പാരായണം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അത് ഏറ്റവും പുണ്യകരമായ, ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വളരെ അനുഗ്രഹീതമായ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അതിൻ്റെ നന്മകളെക്കുറിച്ച്, അതിലെ ഹസനത്തുകളെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഖുർആൻ എന്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടു, ഖുർആൻ സാധിക്കേണ്ട ഒരു ലക്ഷ്യമെന്താണ്, അതിൻ്റെ ദൗത്യം എന്താണ്, നാമും ഖുർആനും തമ്മിലുള്ള ബന്ധമെന്താണ്, ഈ ഒരു ചർച്ച, ഈ ഒരു അന്വേഷണം തീർച്ചയായും ഖുർആനിനെ നിലവിൽ മുസ്ലിം സമുദായം കാണുന്നത് പോലെ ഖത്തം തീർക്കാനുള്ള, പാരായണം ചെയ്ത് തീർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമായിട്ട് ഉപയോഗപ്പെടുത്താനല്ല. അവൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ അവൻ ഇടപെടുമ്പോഴും, ഏത് മേഖലയിലാകട്ടെ, ഉന്നതമായ മേഖലയിലായാലും സാധാരണക്കാരനായാലും അവൻ്റെ കുടുംബജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും അവൻ്റെ ആധ്യാത്മിക മേഖലയിലായാലും സാമ്പത്തിക രംഗത്തായാലും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലായാലും അവൻ ഉപയോഗപ്പെടുത്താൻ ഖുർആൻ തീർച്ചയായും അവന് വഴി കാണിക്കും. അത്തരത്തിൽ ഖുർആനിനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഖുർആനിനെക്കുറിച്ച് നന്നായി പഠിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാരായണത്തെക്കുറിച്ച് തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഖുർആൻ പാരായണം അത് നിർവഹിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിൽ ധാരാളം മദ്രസകളുണ്ട്. വളരെ ആധികാരികമായി ശാസ്ത്രീയമായ സിലബസുണ്ട്, വളരെ ആസൂത്രിതമായ സംഘാടനമുണ്ട്. ആയിരക്കണക്കായ മദ്രസകളിൽ പതിനായിരക്കണക്കിന് അധ്യാപകരും ലക്ഷക്കണക്കായ കുട്ടികളും വളരെ വ്യവസ്ഥാപിതമായി പൊതുവിദ്യാഭ്യാസത്തെ വെല്ലുന്ന രൂപത്തിലുള്ള പരീക്ഷകളും ഇവാലുവേഷൻ സ്ട്രാറ്റജിയും ഒക്കെയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഖുർആനിനെ അതിൻ്റെ മധുരമുള്ള ആ ആസ്വാദനത്തോടുകൂടി തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ എത്ര ആളുകൾക്ക് കഴിയും, അവരെ പരിശീലിപ്പിക്കുന്ന എത്ര അധ്യാപകർക്ക് അതിന് സാധിക്കും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയെത്ര മാർഗങ്ങളാണ് ഇന്ന് ഖുർആൻ പാരായണം പഠിക്കുന്നതിന്, അതിനെക്കുറിച്ച് പരിശീലിക്കുന്നതിനുള്ളത്. വിവിധങ്ങളായ സീഡികളിലൂടെ, മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെ, ഒട്ടനവധി മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിനെ തജ്വീദ് അനുസരിച്ച് പഠിക്കാനുള്ള ഒട്ടേറെ അവസരങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകിച്ച് അധ്യാപകരും രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുക മാത്രമായിട്ട് പരിമിതപ്പെടുത്തരുത്. അത് ഖുർആനിനോട് കാണിക്കുന്ന വലിയ ഒരു അനീതിയായിരിക്കും. ഒരു കാര്യം എന്തിനു വേണ്ടിയാണോ നൽകപ്പെട്ടത്, എന്താണോ അത് ഈ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ദൗത്യം, അത് നിർവഹിക്കാതെ
അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ നമ്മോട് സംവദിക്കുകയാണ്, നമ്മോട് സംസാരിക്കുകയാണ്. ആ സംസാരം നമുക്ക് മനസ്സിലാകേണ്ടതില്ലേ? നാം എന്തെല്ലാം മനസ്സിലാക്കുന്നു? ഫ്രഞ്ച് ഭാഷ പഠിക്കുന്ന എത്ര കുട്ടികളാണ് കേരളത്തിലുള്ളത്? റഷ്യൻ ഭാഷ പഠിക്കുന്ന എത്ര പേരാ ഉള്ളത്? ചൈനീസ് ഭാഷ വശമുള്ള, പ്രത്യേകിച്ച് ആധുനിക വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ആധുനികമായ കമ്പോളവൽക്കരണം വന്നതോടുകൂടി ചൈനീസ് ഭാഷ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. വിദ്യാഭ്യാസ ആവശ്യാർത്ഥം വിവിധ രാജ്യങ്ങളിൽ പോകുന്നവരുണ്ട്. ഇംഗ്ലീഷ് ഭാഷ ബാലവാടി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഷകളും പഠിക്കാൻ വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് അറബി ഭാഷ പഠിക്കാൻ, വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ല? ആ വായനയും ആ പഠനവും തീർച്ചയായും ഈ സമൂഹത്തിന് തിരിച്ചു കിട്ടേണ്ടതുണ്ട്. ഇന്ന് ഒരു കേരളീയ സമൂഹം പ്രത്യേകിച്ചും പത്രവായനയിലും മറ്റ് സാഹിത്യങ്ങൾ വായിക്കുന്നിടത്തുമൊക്കെ വളരെ മുൻപന്തിയിലാണ്. വായനാ സംസ്കാരം അത് മരിച്ചു പോയിട്ടില്ല എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ വായനാ താല്പര്യം, ആ വായനാ സംസ്കാരം അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ വായിക്കുന്നിടത്തേക്ക്, അത് പഠിക്കുന്നിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, മാറ്റിവെക്കുന്നില്ല എന്നതാണ് ദുരന്തം. ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ താല്പര്യം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. നമുക്ക് പലപ്പോഴും ഖുർആൻ പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന വെപ്രാളമാണ്. ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ, പരക്കം പാച്ചിലിനിടയിൽ ഖുർആൻ പഠിക്കാൻ പറയുമ്പോൾ എനിക്കെവിടെ സമയം? ഞാൻ എങ്ങനെ പഠിക്കും? ഈ പ്രായത്തിൽ ഇനി എങ്ങനെ ഖുർആൻ പഠിക്കുമെന്നാണ്. അതേ വ്യക്തിക്ക് അവൻ്റെ ബിസിനസ് ആവശ്യാർത്ഥം ഒരു ഭാഷ പഠിക്കേണ്ടി വന്നാൽ, ജോലി ആവശ്യാർത്ഥം ഒരു ഭാഷ പഠിക്കേണ്ടി വന്നാൽ വളരെ സരളമായി, വളരെ സ്മൂത്തായിട്ട് പഠിച്ചെടുക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ മനുഷ്യൻ്റെ താല്പര്യമാണ് വിഷയം. അത് പഠിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ്, ആ ബോധ്യം, അതിൻ്റെ കുറവാണ് സംഗതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമളാൻ മാസം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു മാസം എന്ന നിലക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വാർഷിക ആചരണം എന്ന നിലക്ക് ഖുർആനിലേക്ക് കുറച്ചുകൂടി സമീപിക്കാൻ, അടുത്തേക്ക് ചെല്ലാൻ നമുക്കാകേണ്ടതുണ്ട്. ഒരു കാര്യം ഒന്ന് അന്വേഷിക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ എത്ര അധ്യായത്തിൻ്റെ പേര് നമുക്കറിയാം? കുട്ടികളും സ്ത്രീകളുമൊക്കെ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഈ രാജ്യത്തെ മന്ത്രിമാരുടെ പേരറിയാം, MLA മാരുടെ പേരറിയാം, പഞ്ചായത്ത് മെമ്പർമാരുടെ പേരറിയാം, സിനിമയിലെയും സീരിയലുകളിലെയും നടന്മാരുടെയും നടിമാരുടെയും പേരറിയാം. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളെക്കുറിച്ച്, അതിൻ്റെ നാമത്തെക്കുറിച്ച് പോലും അറിയില്ല. ആ അധ്യായങ്ങൾ, പ്രത്യേകിച്ചും ചെറിയ ചെറിയ സൂറത്തുകൾ എന്ന് പറയുന്ന, നമ്മൾ മഗ്രിബ് നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും സുബഹിക്കുമൊക്കെ ഉറക്ക ഓതുമ്പോൾ ഇമാമിൻ്റെ പിന്തുടരുന്ന പുരുഷന്മാരും വീട്ടിലോതുന്ന സ്ത്രീകളുമൊക്കെ അത്തരം ചെറിയ സൂറത്തുകളുടെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ്, അർത്ഥമറിയാതെയാണ് പോകുന്നതെങ്കിൽ അതെന്തുമാത്രം ദൗർഭാഗ്യകരമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. പക്ഷേ അർത്ഥമറിയാതെ വായിക്കപ്പെടുന്ന ലോകത്തെ ഏക ഗ്രന്ഥം ഖുർആനാണ് എന്ന ആ ഒരു മറുവശവും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ മറ്റൊരു ഗ്രന്ഥം ലോകത്തുണ്ടോ? അർത്ഥമറിയാതെ പാരായണം ചെയ്യുക, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? പക്ഷേ പുണ്യം ലഭിക്കുമെന്ന ഹദീസുകളുടെ അല്ലെങ്കിൽ പ്രവാചകന്റെ വാഗ്ദാനങ്ങളുടെ വെളിച്ചത്തിൽ ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് ഖുർആനിൻ്റെ യഥാർത്ഥ ദൗത്യത്തെ മറക്കുകയും വിസ്മരിക്കുകയും അവഗണിക്കുകയും ചെയ്യുക എന്ന ബോധപൂർവമായ ഒരു ധിക്കാരം, ഒരു പാപമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ റമളാൻ മാസം വിശുദ്ധ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കാകേണ്ടതുണ്ട്. ഒരു മഹാനായ ചിന്തകൻ പറയുകയുണ്ടായി, ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിനെ നമുക്കൊരു സമുദ്രത്തോട് ഉപമിക്കാം. സമുദ്രത്തെ സമീപിക്കുന്ന ആളുകൾ, ചില ആളുകൾ സമുദ്രത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് കാറ്റ് മാത്രം കൊള്ളുന്നു. ചില ആളുകൾ കുറച്ചുകൂടി അടുത്തേക്ക് നിന്നുകൊണ്ട് സമുദ്രത്തിൻ്റെ തിരകളെയും അതിലെ മറ്റ് ഒട്ടനവധി സംവിധാനങ്ങളെയും കണ്ട് ആസ്വദിക്കുന്നു. വേറെ ചില ആളുകൾ സമുദ്ര തീരത്തേക്ക് കുറച്ചുകൂടി അടുത്ത് ചെന്നുകൊണ്ട് കാലിലൊന്ന് വെള്ളം നനച്ചുകൊണ്ട് അതിനെ സുഖം ആസ്വദിച്ച് പുറത്തു വരുന്നു. വേറെ ചിലർ ഒന്ന് ഉപ്പ് വെള്ളമാണല്ലോ എന്ന് കരുതി ഒന്ന് രുചി ആസ്വദിക്കുന്നു. ചില ആളുകൾ കുളിക്കാൻ തയ്യാറാകുന്നു. ചില ആളുകൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അതിലെ മത്സ്യങ്ങൾ നേടിയെടുക്കുന്നു, അത് കരസ്ഥമാക്കുന്നു. കുറെക്കൂടി ബുദ്ധിയുള്ള ആളുകൾ മുത്തും രത്നവും പവിഴങ്ങളും തേടി ആഴിയുടെ അഗാധതയിലേക്ക് ഊളിയിട്ടു പോകുന്നു. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിനെ ഈ സമൂഹം സമീപിക്കുന്നതും. വെറുതെ കാറ്റുകൊള്ളാനിരിക്കുന്ന ആളുകൾ, ചില ആളുകൾ ഇങ്ങനെ അടുത്ത് ചെന്ന് മാത്രം ഒന്നുകൂടി ആസ്വദിക്കുന്നു. വേറെ ചില ആളുകൾ അതിനേക്കാൾ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, പക്ഷെ ആഴത്തിൽ ഊളിയിട്ട് ആ വിശുദ്ധ ഖുർആനിൻ്റെ ആശയ പ്രപഞ്ചത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അതിൻ്റെ മുത്തും പവിഴവും രത്നങ്ങളും വാരിയെടുക്കാൻ നമ്മൾ എത്ര പേർ കഴിയുന്നുണ്ട്? സാധിക്കാത്തത് കൊണ്ടാണോ? യഥാർത്ഥത്തിൽ കഴിയാത്തത് കൊണ്ടാണോ? കഴിയാത്തത് കൊണ്ടല്ല. വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ ഇത്ര സുഗമമായ മറ്റൊരു ഗ്രന്ഥവും ലോകത്തില്ല. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. അറിയുവാനും ഗ്രഹിക്കുവാനും കഴിയുന്ന രൂപത്തിൽ
വളരെ ലളിതമാക്കിയാണ് ഖുർആനെ നാം വിന്യസിപ്പിക്കുന്നത്. ഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുന്നില്ലേ എന്ന് ഖുർആൻ ആവർത്തിച്ച് ഒരേ സൂറത്തിൽ തന്നെ 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അപ്പോൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഗവേഷണത്തിനും അന്വേഷണത്തിനും പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് അന്ധമായിട്ട് ഒരു മന്ദബുദ്ധിയെപ്പോലെ അതിങ്ങനെ പാരായണം ചെയ്യേണ്ടത് മാത്രമല്ല. നല്ലത് കഴിക്കൂ, നല്ലതേ കഴിക്കാവൂ. നിങ്ങൾക്കൊപ്പമുണ്ട് മേജർ. മേജർ പച്ചവെള്ളത്തിൽ തയ്യാറാക്കാവുന്ന ഇടിയപ്പപ്പൊടി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ ഈ റമദാൻ മാസത്തിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആനിന്റെ ലക്ഷ്യത്തെ, ആ ഖുർആനിന്റെ സവിശേഷതയെ അള്ളാഹു തന്നെ പറയുന്നു. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് ഹിദായത്ത് കാണിക്കുന്ന ഗ്രന്ഥം. നമ്മളിൽ എത്ര പേർക്ക് ഈ ഖുർആൻ നേർക്ക് നേരെ ഹിദായത്ത് കാണിക്കുന്നുണ്ട്? ഖുർആനിൽ നിന്ന് നമ്മൾ എത്ര പേർ ആ ഹിദായത്തിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്? വബയ്യിനാത്തിൻ മിനൽ ഹുദ, ഹിദായത്തിന്റെ മാർഗദർശനത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ഖുർആൻ വരച്ചു കാണിക്കുന്നു. അവിടെ കെട്ടുക്കുടുക്കുകളില്ല, ഗ്രഹിക്കാൻ കഴിയാത്ത ബാലികേറാമലകളില്ല, മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത, യുക്തിക്ക് ബോധിക്കാത്ത കാര്യങ്ങളില്ല. അവിടെ ബയ്യിനാത്തിൻ മിനൽ ഹുദ, മാർഗദർശനത്തിന്റെ എല്ലാ വിശദാംശങ്ങളുണ്ട്. ആ വിശദാംശങ്ങളോട് കൂടിയാണ് ഖുർആൻ ഇറങ്ങിയത്. വൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ വേർതിരിക്കുന്ന രൂപത്തിലാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാതെ, ഈ ലക്ഷ്യം നിറവേറ്റാതെ ഖുർആനിനോട് നമ്മളെങ്ങനെ നീതി കാണിക്കും? അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന നിലക്ക്, വിശുദ്ധ ഖുർആനിന്റെ വാർഷിക ആചരണ മാസം എന്ന നിലക്ക് ഈ റമദാൻ മാസത്തിൽ ദയവ് ചെയ്ത് വളരെ വിനയത്തോടുകൂടി സ്നേഹബുദ്ധിയെ ഞാൻ അപേക്ഷിക്കുന്നു, ഖുർആനിനെ പഠിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അതിനുള്ള സംവിധാനം ഒരുക്കണം. കാറുള്ള ആളുകൾ അതിൽ ഡിസ്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കാറിൽ നമുക്ക് CD ഇട്ട് കേൾക്കാം. യാത്രക്കിടയിൽ അതിങ്ങനെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കാം. വീട്ടിൽ കേൾക്കാം, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കേൾക്കാം. ധാരാളം മലയാള പരിഭാഷകളുണ്ട്, തഫ്സീറുകൾ ധാരാളമുണ്ട്. എല്ലാ വിഭാഗം ആളുകളും, അതിൽ സംഘടനാ വ്യത്യാസങ്ങളില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും അഹ്ലുസുന്ന വൽ ജമാഅ എന്നറിയപ്പെടുന്ന സുന്നി പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ വളരെ ഉത്തരവാദപ്പെട്ട ആധികാരികമായ പണ്ഡിതന്മാർ ഈ മലയാള പരിഭാഷകൾ ഇറക്കിയിട്ടുണ്ട്. അവരവർക്ക് ആവശ്യമുള്ളതാകട്ടെ ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിനെയൊന്നും വളച്ചൊടിക്കാൻ കഴിയില്ല, ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് സമൂഹം സ്വീകരിക്കുകയുമില്ല, ഈ ഉമ്മത്ത് അത് വച്ചു പൊറുപ്പിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഏത് വിഭാഗത്തിൻ്റെതാകട്ടെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ വാങ്ങി അത് വായിച്ചെടുക്കണമെന്ന്, അല്ലെങ്കിൽ അതിനുള്ള CD ഉപയോഗപ്പെടുത്തി അത് പഠിച്ചെടുക്കണമെന്നാണ് ഈ റമദാൻ മാസത്തിൽ എനിക്ക് ഉപദേശിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഖുർആനിൻ്റെ ഒരു ആസ്വാദനമുണ്ടല്ലോ, ഖുർആൻ നൽകുന്ന മഹത്തായൊരു വിപ്ലവം. ആ വിപ്ലവത്തെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അതിന് ആസ്വാദന തലത്തിൽ നമുക്കൊരു വലിയ മഹാവിപ്ലവമാണ് ഖുർആൻ സാധിച്ചെടുത്തത്. ലോകത്തൊരു ഗ്രന്ഥവും ഇങ്ങനെ ആവർത്തിക്കപ്പെട്ട് വായിക്കപ്പെടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായ നോവലുകളാകട്ടെ, നാടകങ്ങളാകട്ടെ, നമുക്കിഷ്ടപ്പെടുന്ന കഥകളോ മറ്റേത് സാഹിത്യ രചനകളാകട്ടെ എത്ര പ്രാവശ്യം ആവർത്തിച്ച് വായിക്കാൻ കഴിയും? ഒരു വ്യക്തിക്ക് ഒരു കഥ അല്ലെങ്കിൽ ഒരു നാടകം, ഒരു വലിയ നോവൽ, വളരെ ജനപ്രിയമായ ബെസ്റ്റ് സെല്ലേഴ്സായ ആ പുസ്തകങ്ങൾ എത്ര ആവർത്തി ഒരാൾ വായിക്കും? 3, 4, 5 ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മടുത്തു പോകും. കുറ്റാന്വേഷണ നോവലുകൾ പോലും 2, 3 ആവർത്തിക്ക് അപ്പുറം കിടക്കാൻ കഴിയില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ എത്രയോ ആവർത്തിയാണ് ഒരു മനുഷ്യ ആയുസ്സിൽ വായിച്ചു തീർക്കുന്നത്. അതിൻ്റെ അർത്ഥമറിയാതെയുള്ള പാരായണത്തിൽ പോലും മടുപ്പുണ്ടാകുന്നില്ല. ആ പാരായണത്തിനുമുണ്ടല്ലോ ഒരു മാധുര്യം, ആ പാരായണത്തിനുമുണ്ട് ഒരു വശ്യത, ഒരു ആകർഷണീയത, ഒരു മാഗ്നറ്റിക് പവർ. അതുപോലെ തന്നെ ഖുർആനിനെ പഠിക്കുമ്പോൾ എനിക്ക് വളരെ ഉത്തമമായ ബോധ്യമുണ്ട്. ഇന്ന് നമ്മളൊരു ഖുർആനിലെ സൂക്തമെടുത്ത് വായിച്ച് അർത്ഥം മനസ്സിലാക്കുമ്പോൾ
ഏതെല്ലാം തഫ്സീറുകളെടുത്ത് പരിശോധിച്ചുകൊണ്ട് റഫർ ചെയ്തുകൊണ്ട് അതിനെ പഠിക്കാൻ ഗ്രഹിക്കാൻ ശ്രമിച്ചാലും കുറച്ച് കഴിഞ്ഞ് മറ്റൊരു അവസരത്തിൽ അതേ സൂക്തം നമ്മളെടുത്ത് വായിക്കുമ്പോൾ നേരത്തെ പഠിച്ച ആശയപ്രപഞ്ചമല്ല മനസ്സിലേക്ക് വരിക. കുറച്ചുകൂടി അനുകൂലമായ അല്ലെങ്കിൽ കുറച്ചുകൂടി ആനുകാലികമായ, അന്നത്തേക്ക് പ്രസക്തമായ, അന്നത്തെ മാനസികാവസ്ഥയ്ക്ക് യോജിക്കുന്ന മറ്റൊരു ആശയം അതേ ആയത്ത് നമുക്ക് പ്രസരിപ്പിച്ചു തരുന്നു. ഇത് ഖുർആനിൻ്റെ മുഅ്ജിസത്താണ്, ഖുർആനിൻ്റെ അമാനുഷികതയാണ്. അള്ളാഹുവിൻ്റെ കലാം കാലത്തെ അതിജീവിച്ചുകൊണ്ട് കാലാതിവർത്തിയായി ഖുർആൻ നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ ആശയങ്ങൾ ഓരോ കാലത്തോടും സംവദിച്ചു കൊണ്ടിരിക്കും. ഓരോ കാലത്തെയും അഭിമുഖീകരിക്കാൻ, അതിനെ അതിജീവിക്കാനുള്ള കരുത്ത്, ഒരു ഉൾക്കാമ്പ് ഖുർആനിൽ സ്വതമേ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഒരിക്കലും മടുക്കുകയില്ല. അതുകൊണ്ട് അതിൻ്റെ വായന, അതിൻ്റെ പഠനം അത് അവസാനിപ്പിക്കാനും കഴിയില്ല. വിശുദ്ധ ഖുർആൻ എന്നത് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന, മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്ന, മനുഷ്യ ജീവിതത്തെ മാറ്റിപ്പണിയുന്ന ഒരു ഗ്രന്ഥമാണ്. നമുക്കറിയാം, ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ടിരുന്ന ഇരുണ്ട യുഗം, അന്ധകാര യുഗം എന്നറിയപ്പെട്ടിരുന്ന ആ നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചതോടുകൂടി ആ സമൂഹം എവിടെയെത്തി? ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൾ മാത്രം പിടിക്കാൻ അറിഞ്ഞിരുന്ന, ഒട്ടകത്തിൻ്റെ മൂക്കുകയറിൽ മാത്രം കൈപിടിച്ചിരുന്ന ആ ഒരു സമൂഹത്തെ രാജ്യങ്ങളുടെ അധികാര ചെങ്കോൽ പിടിക്കാൻ കെൽപ്പുള്ളവരാക്കി മാറ്റി. മദ്യവും മദിരാക്ഷിയും പെൺവാണിഭങ്ങളും കളവും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും എല്ലാം അഭിമാനത്തിന് ചിഹ്നങ്ങളായി കരുതിയിരുന്ന, ഏറ്റവും നെറികെട്ട ഒരു സംസ്കാരത്തിന് ഉടമകളായിരുന്ന ഒരു സമൂഹത്തെ ലോകത്തിന് സംസ്കാരം പഠിപ്പിക്കാൻ പോകുന്ന, ലോകത്തിന് അറിവ് പഠിപ്പിക്കാൻ പോകുന്ന, വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം നടത്തിയ, അതിനെ പ്രസരിപ്പിച്ച മഹാന്മാരാക്കി മാറ്റി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയുള്ള, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളെ ലോകത്തിന് സംഭാവന ചെയ്തത് ഈ വിശുദ്ധ ഖുർആനാണ്. ഉമറിനെ കുറിച്ച് നമുക്കറിയാം, കാട്ടുപോക്കരിയായ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഉമർ ഇപ്പോൾ ആരാണ്? ലോകത്തിൻ്റെ ഏത് രാഷ്ട്രമീമാംസന്മാരും, ഏത് ചിന്തകന്മാരും, ഏത് ഭരണകർത്താക്കളും പറയുന്നു ഉമറിനെ പോലെയുള്ള ഭരണം വന്നിരുന്നുവെങ്കിൽ. എന്തുകൊണ്ടാണ് അത്തരമൊരു മാറ്റമുണ്ടായത്? വിശുദ്ധ ഖുർആൻ വരുത്തിയ വിപ്ലവകരമായ മാറ്റമാണ്. എന്തേ നമ്മളിൽ ആ മാറ്റം ഉണ്ടാകുന്നില്ല? ആ ഖുർആൻ തന്നെയാണല്ലോ നമ്മളും പാരായണം ചെയ്യുന്നത്, ആ ഖുർആൻ തന്നെയാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. എന്തേ ആ മാറ്റം നമുക്കുണ്ടാകുന്നില്ല? തീർച്ചയായും അതിൻ്റെ ആശയത്തിലേക്ക്, അള്ളാഹുവിൻ്റെ കലാം എന്ന നിലക്ക് നമ്മളിൽ ചെലുത്തേണ്ട സ്വാധീനത്തെ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഖുർആനിനെ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, വിശുദ്ധ ഖുർആനിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഈ മാസത്തെ ഉപകാരപ്പെടുത്തണമെന്നും അതിനായി സമയം കണ്ടെത്തണമെന്നും അത് ഒരു ദൃഢനിശ്ചയമായി, ഒരു പ്രതിജ്ഞയായി, ഇച്ഛാശക്തിയോടെ എടുക്കണമെന്നും മാത്രം എൻ്റെ സഹോദരങ്ങളോട് ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സന്മാർഗം കാണിക്കുന്ന, മാർഗദർശനം കാണിക്കുന്ന, കൈപിടിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കും സ്വർഗത്തിലേക്കും ആനയിക്കുന്ന ആ സത്യവിശ്വാസികളിൽ നമ്മെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ നന്മകളും നമുക്കും സ്വായത്തമാക്കാനാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ ഐഷ ദിൽഷാദ്. നമുക്ക് നന്മയുടെ അറിവുകൾ പകർന്നു തരുന്ന ഈ പരിപാടി ഏറെ ശ്രദ്ധേയമാണല്ലോ. സാമൂഹ്യ ജീവിയായ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നേറണം. അതിന് നാഥൻ നമ്മെ തുണക്കട്ടെ. ആമീൻ. ഈ പരിപാടി നാളെ ഇതേ സമയം മറക്കാതെ കാണണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ നോമ്പിനെ ചൈതന്യമാക്കിയ